സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കുറേ സൂപ്പർ ഹിറ്റുകൾ സിനിമകൾ ഇന്ന് യൂട്യൂബിലില്ലല്ലോ. അതിനെക്കുറിച്ച് ഇന്ന് പറയാം. നസീർ സാറിൻ്റെ യൂട്യൂബിലില്ലാത്ത സിനിമകളെക്കുറിച്ച്. അതിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ സംവിധാനം ചെയ്ത തിരുവോണത്തിനെക്കുറിച്ച് പറയാം. തിരുവോണം നസീർ സാറും കമലഹാസനും ഒരുമിച്ച് അഭിനയിച്ച ഏക ചിത്രമാണ്. അതിൻ്റെ പ്രിൻ്റ് ഇപ്പോഴില്ല, അത് യൂട്യൂബിലില്ല. പിന്നെ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് അക്ഷയപാത്രം. നസീർ സാറ്, ഉമ്മർ, ലക്ഷ്മി, അങ്ങനെ അവരെല്ലാം കൂടി അഭിനയിച്ച പടമാണ്. അത് യൂട്യൂബിലില്ല. പിന്നെ ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത വേറൊരു പടമാണ് തുറുപ്പ് കുലാൻ. നസീർ, ഉമ്മർ, അടൂർവാസി, വിധുവാല ഇവരൊക്കെ അഭിനയിച്ച സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സിനിമ ഇപ്പോൾ യൂട്യൂബിലില്ല. ഇതൊക്കെ ശ്രീകുമാരൻ നമ്പിച്ചേട്ടനാണ് പ്രൊഡ്യൂസർ. പിന്നെ വേറെ പരിവർത്തനം എന്ന് പറഞ്ഞ കളർ ഫിലിം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. തമിഴിലെ ശ്രീപ്രിയ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച പടം നസീർ സാറിൻ്റെ കൂടെ. അത് യൂട്യൂബിലില്ല. പിന്നെ പ്രിയമുള്ള സോഫിയ എന്ന് പറഞ്ഞിട്ട് നസീർ സാറിൻ്റെ കൂടെ ജയലളിത അഭിനയിക്കുമെന്ന് പറഞ്ഞ പടമാണ്. പിന്നീട് എന്തോ ഡേറ്റ് പ്രശ്നത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല, വേറെ നടി അഭിനയിച്ച്. പ്രിയമുള്ള സോഫിയ യൂട്യൂബിലില്ല. അത് നസീർ സാറിൻ്റെ പരാജയപ്പെട്ട പടമാണ്. അത് വലിയ ചർച്ചാ വിഷയമാണ് അന്നത്തെ കാലത്ത്. അത് അതിനെന്തോ ഒരു ഫോൾട്ട് പറ്റി ആ പടത്തിന്. പിന്നെ വേറെ പടമാണ് വരദക്ഷിണ, ശശികുമാറിൻ്റെ നല്ല നല്ല പാട്ടുള്ള പടം. അത് യൂട്യൂബിലില്ല. അത് നസീർ സാറിൻ്റെ കൂടെ രാഘവൻ, വിൻസെൻ്റ്, സുധീർ എല്ലാവരും അഭിനയിച്ചത്. ലക്ഷ്മി എന്നുള്ള പടം നസീർ സാറിനോട് ജയഭാരതിയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മൾ ലക്ഷ്മി എന്ന് പേരിട്ടിട്ട് നമ്മൾ വിചാരിച്ച് ലക്ഷ്മി ആയിരിക്കും നായികയാണ്. ആ പിക്ചറിൽ ജയഭാരതിയാണ് ലക്ഷ്മിയായിട്ട് അഭിനയിക്കുന്നത്. ലക്ഷ്മി എന്നുള്ള പേര് ജയഭാരതിൻ്റെ. ജാതി മല്ലിപ്പൂവിരിയും തോരണമൻ പുഞ്ചിരിയിൽ പൂനിലാവിലിളകിയാടും പാലരുവി പോലെയായി ഞാൻ ജാതി മല്ലിപ്പൂവിരിയും. ജയേന്ദ്ര ചേട്ടൻ്റെ ഉഗ്രം പാട്ടാണ്. പിന്നെ പുഷ്പശരം നസീർ സാറ്, അടൂർവാസി, MG സ്വാമിനെ അഭിനയിച്ച പടം. നായിക ജയഭാരതി, ശ്രീവിദ്യ, 2 നായികമാരുണ്ട്. അത് യൂട്യൂബിലില്ല. പിന്നെ ഹണിമൂൺ, AB രാജിൻ്റെ പടം. നസീർ സാർ ഡബിൾ റോളിൽ അഭിനയിച്ച പടം. വിജയ എന്ന് പറഞ്ഞ നായികയാണ് ഇതിൽ. സുധീറിലുണ്ട് ആ പടത്തിൽ. അതില്ല. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഇതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഞാൻ പ്രത്യേകം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ എല്ലാ പടവും സൂപ്പർ ഹിറ്റാണ്. ഒന്ന് പരാജയപ്പെടുന്ന പടങ്ങൾ മാത്രമേ ഇതിൽ പറയാം. പരാജയപ്പെട്ടാന്ന് ഇപ്പോൾ ഒന്ന് പ്രിയമുള്ള സോഫിയ. ബാക്കി പറയാത്തതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പിന്നെ ആരണ്യകാന്ഡം, നസീർ സാറ് ഡബിൾ റോളിൽ അഭിനയിച്ച CID പടം. ശ്രീവിദ്യ നായിക. പിന്നെ കനകച്ചിലങ്ക എന്ന് പറഞ്ഞ് ഇതെല്ലാം ഞാൻ കണ്ട പടങ്ങളാണ്. ഈ പറയുന്ന പടങ്ങളെല്ലാം ഞാൻ കണ്ട, അപൂർവം ചില പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ കണ്ടിട്ടില്ല. ഇതിലിപ്പോൾ പ്രിയമുള്ള സോഫിയ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കനകച്ചിലങ്ക നല്ല രസമുള്ള പടമാണ്. ചെറുപ്പത്തിൽ ഇവർ 2 കുട്ടികളാണ്. നസീർ സാറും മറ്റേ മധുവാന്നാണ് എൻ്റെ ഓർമ്മ. 2 നാട് വിട്ടിട്ട് പോയിട്ട് നസീർ സാറ് വലുതായിട്ട് പോക്കറ്റ് അടിക്കാരനായാലും വലിയ തറവാട്ടുകാരാണ്. പിന്നെ ലാസ്റ്റ് നസീർ സാർ വീട്ടിൽ തിരിച്ചെത്തലാണ്. വീട്ടിൽ 2ാം നമ്പൻ്റെ ഉപദ്രവം കൊണ്ടായിട്ട് നാട് വിട്ടതാണ്. പിന്നെ അത് തിരിച്ചു വരുന്ന വലിയ പണക്കാരനായിട്ട് പോക്കറ്റ് അടിക്കാരനായിട്ടില്ല. അങ്ങനെയല്ലാന്ന് കഥ. കനകച്ചിലങ്കാണ് സിനിമൻ്റെ പേര്. ഞാൻ കണ്ട പാടാം. പിന്നെ ഇവനെൻ്റെ പ്രിയപുത്രൻ, പിന്നെ ഞാൻ കണ്ട പാടാണ്. അടിപൊളി പാടാണ്. നസീർ സാറിൻ്റെ കൂടെ സോമൻ, KP ഉമ്മർ, ജയൻ ഇവരൊക്കെ ഉണ്ട്. പിന്നെ അപരാജിത, ശശികുമാറിൻ്റെ, നസീർ സാറിൻ്റെ കൂടെ സോമൻ, ജയനും, പിന്നെ ജയഭാരതി, ശാരദ നായികമാർ. പിന്നെ പാരിജാതം ഫ്ലോപ്പായ പടമാണ്. അതൊരു പുതിയ സംവിധാനമാണ്. അതിനെന്തോ ഒരു ഫോൾട്ട് പറ്റി. ഡബിൾ റോൾ നസീർ സാർ. നല്ല രസമുള്ള പടമാണ്. പക്ഷെ ചിലപ്പോൾ നല്ല രസമുള്ള പടം പരാജയപ്പെടാറുണ്ടല്ലോ. ഡബിൾ റോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ വലിയ പണക്കാരനാണ്, ഒന്നെങ്കിൽ പിന്നെ ഒരു പിരിലൂസ് പോലത്തെ കളിയാണ് രണ്ടാമത്തെ നസീർ സാർ. അതിനെക്കൊണ്ട് ഭയങ്കര കോമഡിയാണ് അതിൽ.
വിധുബാലിയ നായിക. ഈ പിർലൂസിൻ്റെ നായിക ശ്രീലതയാണ്. നമ്മളെ പണ്ടത്തെ ശ്രീലത ഇടക്കിടക്ക് പറയും ഞാൻ നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചെന്ന് പറയുന്നുണ്ട്. അത് ഈ പടത്തിലാണ്. പിന്നെ ടൂറിസ്റ്റ് ബംഗ്ലാവ് യൂട്യൂബിലില്ല, ഞാൻ കണ്ട പടമാണ്. പാരിജാതം കണ്ടതാണ്. ഇതെല്ലാം കണ്ട പടമാണ്. കാണാത്ത പടത്തിനെ കുറിച്ച് പറഞ്ഞാന്ന് പ്രിയമുള്ള സോഫിയ. ബാക്കിയെല്ലാം കണ്ടതാണ്. ടൂറിസ്റ്റ് ബംഗ്ലാവ് നസീർ സാറിൻ്റെ കൂടെ വിൻസെൻ്റ് സോമൻ, ജയഭാരതിയ നായിക കണ്ട പടമാണ്. ചതുർവേദം കണ്ട പടമാണ്. അതിൽ പിന്നെ നസീർ സാറിൻ്റെ കൂടെ പത്മപ്രിയ നടി, പഴയ തമിഴ് നടി. ഇതെല്ലാം യൂട്യൂബിലില്ലാത്ത സിനിമയാണ്. ഫുള്ളായിട്ട് യൂട്യൂബിലില്ലാത്തേ പറയുന്നത്. പിന്നെ ഗാന്ധർവം ഞാൻ കണ്ട പടമാണ്. നസീർ സാറിൻ്റെ കൂടെ വിൻസെൻ്റ്, സുജാത. നീതി നസീർ സാറിൻ്റെ അനുജൻ പ്രേംനവാസ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. നസീർ സാർ അഡ്വക്കേറ്റ് ആയിട്ട്. അത് ഞാൻ കണ്ടിട്ടില്ല ആ പടം. കൂട്ടുകാർ നസീർ സാറ് സത്യമാഷ അഭിനയിച്ചത്, അതും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ വിലക്കപ്പെട്ട ബന്ധങ്ങൾ കണ്ട പടമാണ്. നസീർ സാറും സത്യമാഷ, നല്ല പടമാണ്. പിന്നെ തിലോത്തമ കണ്ട പടമാണ്. നസീർ സാറിൻ്റെ കൂടെ സത്യമാഷ, മധു, കൊട്ടാരക്കര എല്ലാവരും ഉണ്ട്. പിന്നെ ഇൻസ്പെക്ടർ കണ്ട പടമാണ്. നസീർ സാറിൻ്റെ കൂടെ ഉമ്മർ, തിക്കുറിശി എല്ലാവരും ഉണ്ട്. പിന്നെ പൂജാ പുഷ്പം, തിക്കുറിശിയാണ് പ്രൊഡ്യൂസർ. ഞാൻ കണ്ട പടമാണ്. നസീർ സാറ്, TK ബാലേന്ദ്രൻ ഇവരൊക്കെയാണ്. പിന്നൊരു പടമാണ് മൂന്ന് പൂക്കൾ ഞാൻ കണ്ട പടമാണ്. നസീർ സാറിൻ്റെ കൂടെ സത്യമാഷ, മധു, വിൻസെൻ്റ്, ഷീല, ജയഭാരതി, പിന്നെ ഒരു തമിഴ് നടി ഉർവശി ഭാരതി. അതും യൂട്യൂബിലില്ല. തിക്കുറിശിയാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ ഒഴുക്കിനെതിരെ PG വിശ്വംഭരൻ്റെ ഫസ്റ്റ് പടം യൂട്യൂബിലില്ല, ഞാൻ കണ്ട പടം. ഇതിൽ ഉർവശി ഭാരതി അത്ര വിജയിച്ചിട്ടില്ല. വിജയിക്കാത്ത പടം പറയണം, ബാക്കിയെല്ലാം വിജയിച്ചതാണ്. വിജയിക്കാത്ത ഇപ്പോൾ 2 പടമായി. ഒന്ന് പ്രിയമുള്ള സോഫിയ, ഉർവശി ഭാരതി. ഒഴുക്കിനെതിരെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പിന്നെ സീമന്ത പുത്രൻ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, അത് കണ്ട പടമാണ്. നസീറിൻ്റെ കൂടെ ജയഭാരതി, അടൂർവാസി, GK പിള്ള വില്ലനും ജോസ് പ്രകാശ് നല്ല ആളുമാണ്. അഷ്ടമി രോഹിണി സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. അത് ആദ്യം ആരിഫ് ഹാസൻ്റെ പടമാണ്. അതെനിക്ക് ആദ്യം അറിയില്ല. ഞാൻ മദ്രാസിൽ നിന്ന് ആരിഫ് ഹാസൻ്റെ പിന്നെ സിനിമയ്ക്ക് ഞാൻ പറഞ്ഞില്ല പണ്ട് എനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞ ആരിഫ് ഹാസൻ. അപ്പോൾ ആരിഫ് ഹാസൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ പടം ബെൻസുവാസം വന്നില്ലെന്ന് പറഞ്ഞു. ആദ്യത്തെ പടം ബെൻസുവാസം ഒന്നുമില്ല, നമ്മൾ അതിന് മുൻപ് അഷ്ടമി രോഹിണി പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ആരിഫ് എന്ന് പറഞ്ഞ ആൾ, ആരിഫ് ഹാസൻ്റെ ഭാര്യ പറഞ്ഞു നമ്മൾ ആദ്യത്തെ പടം അഷ്ടമി രോഹിണിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് അറിയുന്നത് അഷ്ടമി രോഹിണി ആരിഫ് ഹാസൻ്റെ പടം. ഞാൻ പറഞ്ഞു അത് അടിപൊളി പടം, സൂപ്പർ ഹിറ്റില്ല. ആദ്യം സൂപ്പർ ഹിറ്റ് ഫിലിമാണ്, അതായിരുന്നു നമ്മൾ ആദ്യത്തെ പടം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സൂപ്പർ ഹിറ്റ് അഷ്ടമി രോഹിണി. പിന്നെ ശത്രു സംഹാരം നസീർ സാറിൻ്റെ കൂടെ ജയൻ, അടൂർവാസിയിലല്ല, ഉണ്ണിമേരിയാന്നായിരുന്നു നായിക, അത് ഹിറ്റ് ഫിലിമാണ്. പിന്നെ ചെന്നായ വളർത്തിയ കുട്ടി കുഞ്ചാക്കോൻ്റെ നസീർ സാർ ഡബിൾ റോളിൽ, ഒരു നായിക ഉണ്ണിമേരി, ഒരു നായിക ശാരദ, സൂപ്പർ ഹിറ്റ് ഫിലിം. മല്ലനും മാധവനും കുഞ്ചാക്കോൻ്റെ പടം, നസീർ, ഉമ്മർ, ജയൻ. അതിൽ നസീർ സാറിൻ്റെ നായിക ഉണ്ണിമേരിയാണ്. പിന്നെ പാലാഴി മദനം നസീർ സാറിൻ്റെ ഭാര്യ ജയഭാരതി, ഞാൻ കണ്ട പടം. ഇതെല്ലാം കണ്ട പടമാണ്. കാണാത്ത പടം ഇതിപ്പോൾ പറഞ്ഞത് ഒന്ന് പ്രിയമുള്ള സോഫിയും പിന്നെ നീതിയും, ബാക്കിയെല്ലാം കണ്ട പടം. പിന്നെ വഴിവിളക്ക് കണ്ട പടമാണ് P. ഭാസ്കറിൻ്റെ, അത് നസീർ, സോമൻ, ജയഭാരതി, നന്ദിത ബോസ്. പിന്നെ അനാച്ഛാദനം കണ്ടിട്ടില്ല, കാണാൻ വിട്ടുപോയ പടമാണ്. നസീർ, ഷീലാണ്, അതിൽ നല്ല പാട്ടുള്ള പടമാണ്. മധുചന്ദ്രികയുടെ ചായത്തളികയിൽ മധുരം പൂമ്പൊടി ചാലിച്ചു മനസ്സിനെ നിന്മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. നല്ല പാട്ടാണ്, ജയേന്ദ്ര ചേട്ടൻ്റെ പാട്ട്. സൂര്യവംശം കണ്ട പടമാണ്. നസീർ സാർ ഡബിൾ റോളിൽ, സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഫിലിമാണ്. ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര കാണാൻ പറ്റിയില്ല. നസീർ, വിൻസെൻ്റ്, സോമൻ എല്ലാവരും ഉണ്ട്. ഓർമ്മയിൽ നീ മാത്രം കാണാൻ പറ്റിയില്ല.
അതാണ് മലയാള സിനിമ കളർ ഫിലിമെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർ ഫിലിമിലേക്ക് മാറിയ ഒരു ഇറങ്ങിയ പടമാണ്, അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് ഓർമ്മയിൽ നീ മാത്രമാണ്. എൻ്റെ പത്രങ്ങളിൽ അന്ന് എഴുതി ഓർമ്മയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, ഓർമ്മയിൽ നീ മാത്രം. അത് നസീർ സാറിൻ്റെ പടം. പിന്നെ മാനവധർമ്മം കണ്ടതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ അതും ഒരേ സമയം ഇറങ്ങിയാണ്, ഓർമ്മയിൽ നീ മാത്രം മാനവധർമ്മം. നസീർ സാറിനോട് വിൻസെൻ്റ് സത്താറിലുണ്ട്. പുലിവാല് കണ്ട പടമാണ്, നസീർ സാറിൻ്റെ പാടുന്ന ശശികുമാർ, ജയഭാരതി നായിക സോമനുണ്ട്. പിന്നെ കതിർ മണ്ഡപം യൂട്യൂബിലില്ലാത്ത ഞാൻ കണ്ട പടമാണ്, നസീർ, മധു, KP ഉമർ. അതിനെ ഉർവശി ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ് ബാലനടിയായിട്ട്. അതിന് ശേഷം പിന്നെ ഈ മമ്മൂട്ടിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ച്, മമ്മൂട്ടിൻ്റെ ഏതൊരു പടം, മമ്മൂട്ടി രതീശിൽ അഭിനയിച്ച ഒരു എതിർപ്പുകൾ, അത് രണ്ടാമത്തെ പടമാണ് ഉർവശിയിൽ. ഫസ്റ്റ് പടം കതിർ മണ്ഡപം, ഉമ്മറിൻ്റെ മോളായിട്ട്. അത് ഞാൻ കണ്ട പടം, അത് യൂട്യൂബിൽ. പിന്നെ അഷ്ടമുടിക്കായൽ, ഇത് രണ്ടും KP പിള്ളൻ്റെ പടമാണ്, കതിർ മണ്ഡപം അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ നല്ല രസമുള്ള പടം. കാറ്റടിച്ചാൽ കലിയിളകും അഷ്ടമുടിക്കായൽ, കാറ്റു നിന്നാൽ ഗാനം മൂളം അഷ്ടമുടിക്കായൽ. നസീർ സാറ് വള്ളം തുഴഞ്ഞുകൊണ്ട് പാടുന്നു. അതിൽ തന്നെ വേറെ പാട്ടുണ്ട്, ചേർത്തലയിൽ പണ്ടൊരിക്കൽ പൂരം കാണാൻ പോയി എന്നുള്ള പാട്ട് നസീറും ജയഭാരതിയും പാടുന്നു. ഗുരുതര ഗാബ് വട പ്യാര എന്നുള്ളതിൻ്റെ മ്യൂസിക് എടുത്തിട്ട് ഉണ്ടാക്കിയ പാട്ട്. പിന്നെ സമ്മാനം കാണാൻ പറ്റിയില്ല അന്നത്തെ കാലത്ത്, നസീർ സാറിൻ്റെ പടം ഇനി യൂട്യൂബിലില്ലാത്ത. കന്യാദാന ഹരിഹറിൻ്റെ പടം, നസീർ, മധു, ചേട്ടനിമാർ. 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടി ചന്ദ്രോദയം പുഷ്പമാല നീട്ടി. പിന്നെ വേറൊരു പാട്ട്, വിധുമുഖി നിൻചേരി കണ്ടു. അത് നസീർ, വിധുവാല, നസീർ 2 നായികമാരുണ്ട്. ശാരദിനെ മധു കല്യാണം കഴിക്കണം, നസീർ സാർ സ്നേഹിച്ചിട്ട്, അങ്ങനെയാണ് കഥ. രാജയോഗം ഹരിഹറിൻ്റെ പടം, നസീർ സാറിൻ്റെ കൂടെ ഉമ്മർ നല്ല റോളിൽ അഭിനയിച്ച പടമാണ്. രത്നാകരത്തിൻ്റെ മടിയിൽ നിന്നും ചിത്ര പൗർണമി എന്ന് പറഞ്ഞ നല്ല പാട്ടുണ്ട്, യൂട്യൂബിലില്ലാത്ത. പിന്നെ പ്രാർത്ഥന, നസീർ സാറും സുകുമാരൻ അഭിനയിച്ചിട്ട് യൂട്യൂബിലില്ലാത്ത 2 പടമാണ്. ഒന്ന് പ്രാർത്ഥനയും ഒന്ന് തീരം തേടുന്നവരും. 2 ഞാൻ കണ്ടതാണ്. പ്രാർത്ഥന AB രാജി, തീരം തേടുന്നവർ P ചന്ദ്രകുമാർ. പിന്നെ വിളക്കം വെളിച്ചവും P ഭാസ്കരൻ്റെ. അത് സീമയുടെ 2ാമത്തെ 3ാമത്തെ പടമായിട്ടാണ് നസീർ സാറിൻ്റെ കൂടെ. നസീർ സാറിൻ്റെ കൂടെ സീമ ആദ്യമായിട്ട് അഭിനയിക്കുന്ന പടമാണ് വിളക്കം വെളിച്ചു. പിന്നെ കാലം കാത്തു നിന്നില്ല, TK ബിസിൻ്റെ പടമാണ്. നസീർ സാറിൻ്റെ കൂടെ പ്രിയ എന്ന് പറഞ്ഞ നടിയാണ്. പിന്നെ സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ, നസീർ സാറും ഒരു 7 നായികമാരും, ജയഭാരതി, അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ അതും ഏവറേജ് പടമാണ്. സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ സൂപ്പർ ഹിറ്റ് ആയിട്ടില്ല, ഏവറേജാണ്. പിന്നെ വാളെടുത്ത വാളാൽ, രാജശേഖരൻ്റെ ഞാൻ കണ്ടതാണ്. നസീർ, ഉമ്മർ, ബാലങ്കേ നായർ, ഉണ്ണിമേരിയ നായിക, ജോസലുണ്ട്. പിന്നെ പഞ്ചാമൃതം ശശികുമാറിൻ്റെ സൂപ്പർ ഹിറ്റ് ഫിലിമാണ്. കാറ്റിലിളകും കതിരൊളി പോലെ, നല്ല പാട്ടാണ്. സോറി, കുറേ പറയുമ്പോൾ നസീർ സാറിൻ്റെ പടം ഇഷ്ടംപോലെ ചുമ വന്നു പോയി. നസീർ സാറിൻ്റെ പടത്തിൻ്റെ യൂട്യൂബിലില്ലാത്ത പടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ചുമ വന്നു പോയി. അപ്പോൾ അഭിനയിച്ച നസീർ സാറിൻ്റെ സ്ഥിതി എന്തായിരിക്കും? കാറ്റിലിളകും കതിരൊളി പോലെ കവിത ചാർത്തും മനസ്സ് എന്നുള്ള പാട്ട് അതിലാണ്. പിന്നെ പാതിരാപ്പാട്ട് ഞാൻ കണ്ട പാടാണ്, അടിപൊളി പാടാണ്. നസീർ സാറും ഉമ്മർ, ഷീല. പിന്നെ മിസ്റ്റർ കേരള, അത് ഞാൻ കണ്ട പാടാണ്, നല്ല രസമുള്ള പാടാണ്. അത് യൂട്യൂബിലില്ല. പിന്നെ അവളൊരു ദേവാലയം സൂപ്പർ ഹിറ്റ്, AB രാജിൻ്റെ. നസീർ, ജയഭാരതി, ഷീല, ജയനലുണ്ട്. പിന്നെ രാജു റഹീം, ബ്ലോക്ക് ബസ്റ്റർ. അത് നസീർ, ഉമ്മർ ഡബിൾ റോളില്ല അതിൽ. നായിക വിധുവാല. അതിന് പിന്നെ ഒരു പാട്ട് ഇതിനിടെ 40 വർഷം പൂർത്തിയാക്കി നേട്ടം പറഞ്ഞിട്ട് അതിനൊരു ഇതിലുണ്ടായിന്, ആഘോഷങ്ങളുണ്ടായി. രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ രഞ്ജിനി നീരാടും എന്നുള്ള പാട്ട്, അതിൻ്റെ ഗാനരചയിതാവിന് എന്തോ സമ്മാനമെല്ലാം കൊടുത്തത് 40 കൊല്ലം കഴിഞ്ഞിട്ട് ആ പാട്ട് എഴുതി.
പിന്നെ വേറെ പാട്ടാണ് പാതിരാവും പകൽ വെളിച്ചവും. ചോദ്യമില്ല മറുപടിയില്ല ജീവിതമെന്ന കടങ്കഥയിൽ, ജീവിതമെന്ന കടങ്കഥയിൽ. തോക്കുകൾ കഥ പറയുന്നു. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തു വിടർന്നു. അത് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടെല്ലാം വരുമ്പോൾ ഞാൻ കാണലുണ്ട്. ആദ്യം 2 വന്നേരം കണ്ട്, പിന്നെ വന്നേരം കണ്ട്, 2 പ്രാവശ്യം കണ്ട്. അടിപൊളി പാടാം. സത്യം മാഷുണ്ട് കൂടെ, തുല്യ റോളത്തിൽ. പിന്നെ IV ശശിൻ്റെ 3 പാടും യൂട്യൂബിലില്ല. നസീർ സാറിൻ്റെ ഒന്ന് അമർഷം ഞാൻ കണ്ട പാടാണ്. നസീർ സാറ്, രവികുമാർ, ഷീല, വിധുവാല. ഹൃദയമേ നീ സാക്ഷി, അതിൻ്റെ ആദ്യത്തെ പേര് മനസ്സേ നീ സാക്ഷി എന്നാണ്, പേര് മാറ്റിയിട്ട് ഹൃദയമേ നീ സാക്ഷി എന്ന് പറഞ്ഞിട്ട് വന്നു. നസീർ സാറിൻ്റെ കൂടെ ശാരദ, ജയഭാരതി, KP ഉമർ. പിന്നെ അഞ്ജലി IV ശശിൻ്റെ. നസീർ സാറിൻ്റെ കൂടെ സോമൻ, ജയൻ, ഇവരൊക്കെ ഉണ്ട്. ശാരദ നായിക. ഇത് 3 യൂട്യൂബിലില്ല. ഇന്ന് മാത്രമേ യൂട്യൂബിലുണ്ട്. നസീർ സാർ IV ശശിൻ്റെ 4 പടത്തിൽ അഭിനയിച്ച 3 പടം യൂട്യൂബിലില്ല. ഒരുപാട് യൂട്യൂബിലുണ്ട് ഇന്ന്. ഇനിയും നസീർ സാറിൻ്റെ യൂട്യൂബില്ലാത്ത ഒരുപാട് പടങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ട പടത്തിൽ ഇപ്പം കാണാത്ത 2 3 പടമേ ഉള്ളൂ ഇതിലിപ്പം ഞാൻ പറഞ്ഞതിൽ. ബാക്കിയെല്ലാം ഞാൻ കണ്ടതാണ്. അന്നത്തെ കാലത്ത് നസീർ സാറിൻ്റെ പടം ഒരു തിയേറ്ററിൽ തന്നെ 5 തിയേറ്ററിൽ നസീർ സാറിൻ്റെ പടം ഒരുമിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു 77 ഞങ്ങളുടെ നാട്ടിൽ 5 തിയേറ്ററുണ്ട്. 5 തിയേറ്ററിൽ നസീർ സാറിൻ്റെ പടം. രാജയോഗം, അജയനും വിജയനും, അങ്ങനെ 5 പടം നസീർ സാറിൻ്റെ. നസീർ സാറിനെ കുറിച്ച് പറഞ്ഞാൽ സിനിമ ഇപ്പോൾ യൂട്യൂബിലില്ലാത്ത സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് തന്നെ എനിക്കിതിൽ ചുമ വന്നു പോയി, കുറേ പടത്തിൽ സിനിമേൻ്റെ പേര് പറഞ്ഞിട്ട്. അപ്പോൾ നസീർ സാർ എത്ര അന്നത്തെ കാലത്ത് അഭിനയിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. ഒരു സിനിമയിൽ അഭിനയിച്ച് തീരാൻ തന്നെ എത്ര വിഷമമുണ്ട്. ഓക്കെ.